ഹലോ ചങ്ങാതിമാരെ, എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? ഇന്ന് ഞങ്ങൾ കാസർഗോഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കടുമ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണിത്. സാധാരണ എല്ലാവരും അധികം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നേ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് 8 മണിക്കൂർ മുന്നേ തന്നെ കൈയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. അതിന് പകരം റേഷൻ അരി ഉപയോഗിക്കുക. പിന്നെ വേണ്ടത് 1 മുറി തേങ്ങ. ഇനി നമുക്കിത് അരച്ചിട്ട് എടുക്കാം. ഗ്രൈൻഡറിലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അരച്ചിട്ട് എടുക്കാൻ പറ്റും. ഞാനിവിടെ മിക്സിയിലാണ് അരച്ചിട്ട് എടുക്കുന്നത്. ഇനി അരിയെല്ലാം വീണ്ടും ഒരു പ്രാവശ്യം കഴിയതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. പകുതി അരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സവാളിൻ്റെ പകുതിയും ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങയും കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചിട്ടെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കണ്ട. ഇനി ബാക്കി പകുതി അരി ഉണ്ടല്ലോ, വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പുട്ടിൻ്റെ എല്ലാം പൊടിക്കുന്നില്ലേ, ആ രീതിയിലൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. ഇങ്ങനെ പുട്ടിൻ്റെ പൊടിയെല്ലാം പൊടിക്കുന്ന പോലെ അരച്ചിട്ട് കടുമ്പ് ചുട്ടെങ്കിൽ നല്ല ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പൊടിക്കുന്ന സമയത്തെല്ലാം പുട്ട് പോലെ പൊടിഞ്ഞിട്ട് വരും. ഇങ്ങനെ പുട്ടുപൊടി പോലെ ഞാനെല്ലാം പൊടിച്ചിട്ട് അരച്ച അരി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി ഗ്രൈൻഡറിലാണെങ്കിൽ ഈ ഒരു പണിയൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ നല്ല കട്ടിക്ക് അരച്ചെടുത്താൽ മതി. ഞാനിങ്ങനെ കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഇതാണ്. ഇനി ആദ്യം നമ്മൾ അരച്ചെടുത്തില്ലോ കുറച്ച് ലൂസായിട്ട്, അങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുതുക്കിയിട്ടും ചൂടാം. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. അതിന് നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ട് ഈ അരച്ച പുട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ കട്ടിയാക്കണ്ട. ഞാൻ ഫസ്റ്റ് അരച്ചിട്ടേ ആ രീതിയിൽ അരച്ചിട്ട് എടുത്താൽ മതി. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു മരത്തിൻ്റെ തവി എടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ കയ്യോടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഞങ്ങൾ കാസർഗോട്ടുകാർക്ക് ഇങ്ങനെ ശീലമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മരത്തിൻ്റെ തവി ഉപയോഗിച്ച് ചെയ്താൽ മതി. തീ ഫുള്ളാക്കിയിട്ട് കൊടുക്കണ്ട. മീഡിയം തീയിലാക്കിയതിന് ശേഷം നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതായത് മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് കടുമ്പ് ചുട്ടിട്ട് എടുക്കാം. കടുമ്പ് ചുടാൻ വേണ്ടിയിട്ട് അപ്പക്കലം വേണം, അതായത് സ്റ്റീമർ. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വെക്കണം. തിളക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് കടുമ്പ് വെച്ച് കൊടുക്കുക. അതല്ല എങ്കിൽ വെള്ളം തിളക്കുന്നതിനായിട്ട് മുമ്പും വെച്ച് കൊടുക്കുക. ഞാൻ വീഡിയോക്കെല്ലാം എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമതാണ് തിളപ്പിക്കുന്നത്. മാവിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നടുവിലൊരു ഇങ്ങനെ ഓൾസ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ വലിപ്പമെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചാക്കുക. ഇനി ചെറിയ കടുമ്പാണ് വേണ്ടതെങ്കിൽ ഇത്ര മാവ് എടുക്കണ്ട. പുട്ട് കുറച്ചെടുത്തിട്ട് ചെറിയ ഉണ്ടിയാക്കിയിട്ട് ഇങ്ങനെ ഓൾസിട്ട് കൊടുത്താൽ മതി. ഇതാണ് ഞങ്ങൾ കാസർഗോട്ടുകാരുടെ കടുമ്പ്. അയില മുള്ളിൽ വെച്ചത്, കോയിൻ്റെ മഞ്ഞത്തണ്ണി, പിന്നെ മീനിൻ്റെ ചാറ്, എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇനി മൂടി വെച്ചിട്ട് മീഡിയം തീയിൽ 25 മിനിറ്റ് വേവിച്ചിട്ടെടുത്താൽ മതി. അടിപൊളി കടുമ്പ് റെഡിയായി. ഇനി തേങ്ങ നല്ലോണം ചേർത്ത് കൊടുത്ത് അത്ര ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കടുമ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. നമ്മളെ കാസർഗോട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇനി പുറത്തുള്ള ജില്ലക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കെല്ലാം അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ആക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ജസാക്കല്ലാഹ് ഖൈർ.